ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തേത് ഇതാ ചിക്കൻ കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ചിക്കൻ പെരട്ട് കേട്ടോ. മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ചിക്കനോട് എനിക്ക് ഇത്രയും കൊതി വന്നു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ചിക്കൻ മാത്രമായിരുന്നു ആകെ കഴിക്കാൻ പറ്റിയിരുന്നത്. അപ്പം ഇപ്പോഴും ആ ഒരു കൊതി വിട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ സ്ഥിരമായി മാറിയിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ അത് എല്ലില്ലാത്ത ചിക്കനാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ അതാ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. പിന്നെ അതാ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും കൂടെ വഴറ്റിയെടുക്കുക. പിന്നെ ഒരു 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നും കൂടെ വഴറ്റുക. പിന്നെ ഇതാ തക്കാളിയും ചിക്കനും ഈ ഒരു ഷേപ്പിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ മറ്റേ ഷെഫ് പിള്ളേൻ്റെ ഒരു റെസിപ്പിയിൽ കണ്ടതാണ്. അപ്പം ഇതിന് യോജിച്ചു എനിക്ക് തോന്നി. അപ്പോൾ ഇതുപോലെ ഓരോ പോർഷനായിട്ട് ഇട്ട് കൊടുക്കുക തക്കാളി ചിക്കനും. പിന്നെ ഒരു 10 മിനിറ്റ് അതേ ഒരു ഇതിൽ വേവിച്ചെടുക്കുക കേട്ടോ, അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്. പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ഇട്ടാൽ മതി. അതിന് പകരം കുരുമുളക് പൊടി ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അങ്ങനെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പാകത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട സ്പെഷ്യൽ മസാല തയ്യാറാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ചൊരു 4-5 ഉണക്കമുളക്, അത് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുള്ളൂ. എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പൂ, പിന്നെ 2 ഏലക്ക, പിന്നെ അത് മെയിനായിട്ട് നമ്മുടെ കറാമ്പൂൻ്റെ ഇല, അത് ഇതിലേക്ക് മസ്റ്റാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളം നന്നായിട്ട് വറ്റി വരണം, അതാണ് ഇതിനുള്ള ടേസ്റ്റ്. ഗ്രേവി വളരെ കുറവായിരിക്കും. അതിനുശേഷം നമ്മൾ ഇറക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഈ മസാല, പൊടിച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുകയൊന്നും വേണ്ട, ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ഗ്രേവി ഇല്ലാതെ നല്ല നമ്മുടെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ നല്ല മാച്ചായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.